വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിലെ പ്രതികൾക്ക് കഠിന ശിക്ഷ നൽകുന്ന കാര്യം പാർലമെന്റ് പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി. കുട്ടികളെ പീഡിപ്പിക്കുന്നവരുടെ ലൈംഗിക ശേഷി ഇല്ലാതാക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജിയിലാണ് സുപ്രീം കോടതി നിലപാട് വ്യക്തമാക്കിയത്. ആദ്യ റിപ്പോർട്ടിലേക്ക്. രാജ്യത്ത് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം നാൾക്കുനാൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പ്രതികളുടെ ലൈംഗിക ശേഷി മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലെ വനിതാ അഭിഭാഷകരുടെ സംഘടന ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച കോടതി സർക്കാരിനോട് നിലപാടറിയിക്കാൻ ആവശ്യപ്പെട്ടു. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ നിലവിൽ നിയമങ്ങളുണ്ടെന്ന് അറ്റോർണി ജനറൽ മുകുൾ റോത്തക്കി കോടതിയെ അറിയിച്ചു. നിയമനിർമ്മാണം പാർലമെന്റിന്റെ അധികാരമാണെന്നും സർക്കാർ വ്യക്തമാക്കി. ഇത് അംഗീകരിച്ച കോടതി നിയമങ്ങളിൽ കുട്ടികളുടെ പ്രായം സംബന്ധിച്ച് വ്യക്തത വേണമെന്ന് നിർദ്ദേശിച്ചു. കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് കഠിന ശിക്ഷ നൽകുന്ന കാര്യം ആലോചിക്കണമെന്നും സുപ്രീം കോടതി പാർലമെന്റിനോട് ആവശ്യപ്പെട്ടു. കുട്ടികളെ പീഡിപ്പിക്കുന്നത് ലൈംഗിക വൈകൃതത്തിന്റെയും ക്രൂരതയുടെയും അങ്ങേയറ്റമാണെന്നും ഇത് കർശനമായി തടയണമെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദീപക് മിശ്ര പറഞ്ഞു. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ നിലവിൽ നിയമമുണ്ടെങ്കിലും ശിക്ഷ അപര്യാപ്തമാണ് എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. കുട്ടികളെ പീഡിപ്പിക്കുന്നവരുടെ ലൈംഗിക ശേഷി ഇല്ലാതാക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത ശിക്ഷ നൽകുന്ന നിയമം വേണമെന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മദ്രാസ് ഹൈക്കോടതിയും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ലൈംഗിക ശേഷി ഇല്ലാതാക്കാനുള്ള നിർദ്ദേശം അപരിഷ്കൃതമാണെന്ന് തോന്നുമെങ്കിലും കുട്ടികളെ പീഡിപ്പിക്കുന്ന കിരാതന്മാർക്ക് അപരിഷ്കൃത ശിക്ഷ നൽകുന്നതിൽ തെറ്റില്ല എന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതി ജഡ്ജി എൻ കിരുബാകരന്റെ നിരീക്ഷണം. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം ഭരതന്നൂരിൽ കടയുടമയെ 3 അംഗ സംഘം വെട്ടി പരിക്കേൽപ്പിച്ചു. ബൈക്കിലെത്തിയ ഹെൽമറ്റുധാരികൾ കടയ്ക്കുള്ളിൽ കടന്ന് ആക്രമിക്കുകയായിരുന്നു. തടയാനെത്തിയവരെ വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയ ശേഷം സംഘം രക്ഷപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം ഭരതന്നൂരിലാണ് നാട്ടുകാരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി 3 അംഗ സംഘം കടയുടമയെ ആക്രമിച്ചത്. ബൈക്കിലെത്തിയ ഹെൽമറ്റുധാരികൾ കടയുടമയെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. വിനായക ടയേഴ്സ് ഉടമ കണ്ണൻ എന്ന് വിളിക്കുന്ന വിമോചനാണ് പരിക്കേറ്റത്. തടയാനെത്തിയവരെ വിരട്ടിയ ശേഷം കടയ്ക്കുള്ളിൽ കയറി വിമോചനെ ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിമോചനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയോടെയാണ് സംഘം കടയുടെ സമീപമെത്തിയത്. പേപ്പറിൽ പൊതിഞ്ഞ വടിവാളുമായി അക്രമികൾ കടയ്ക്കുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു. തടിച്ചുകൂടിയ നാട്ടുകാരെ സാക്ഷിയാക്കിയാണ് അക്രമി സംഘം വിനോദിനെ വെട്ടിയത്. പിന്നീട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പ്രതികൾ രക്ഷപ്പെട്ടു. അക്രമികളെപ്പറ്റി പോലീസിന് സൂചനകൾ ലഭ്യമായിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗൾഫിൽ ബിസിനസ്സുകാരനായ കാഞ്ഞങ്ങാട് സ്വദേശി കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. അബുദാബിയിൽ ബിസിനസ് ചെയ്യുന്ന കാസർഗോഡ് കുറ്റിക്കോൾ സ്വദേശിയാണ് ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രിക്കും പോലീസ് മേധാവികൾക്കും പരാതി നൽകിയത്. എന്നാൽ പരാതി സംബന്ധിച്ച് തുടർ നടപടികളൊന്നും അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് സ്വദേശിയും അബുദാബിയിൽ ബിസിനസ്സുകാരനുമായ നാരായണൻ പാലയ്ക്കെതിരെയാണ് 7,11,00,000 രൂപയുടെ വിശ്വാസവഞ്ചന കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. കാസർഗോഡ് കുറ്റിക്കോൾ സ്വദേശി അബൂബക്കർ അബുദാബിയിൽ നടത്തുന്ന സേഫ് ലൈൻ ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനത്തിൽ നിന്നും ഇത്രയും തുകയ്ക്കുള്ള ബിസിനസ് നടത്തിയ നാരായണൻ ബാങ്ക് ചെക്കുകൾ നൽകിയെങ്കിലും അക്കൗണ്ടിൽ പണമില്ലാത്തതിനാൽ മടങ്ങി. ഇതിനിടെ നാരായണൻ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥ ചർച്ച നടത്തിയെങ്കിലും പണം തിരികെ നൽകാൻ തയ്യാറാകുന്നില്ലെന്ന് അബൂബക്കറിന്റെ പിതാവ് എൻ ഇബ്രാഹിം ഹാജി ആരോപിച്ചു. അബുദാബി സേഫ് ലൈൻ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങി അവിടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നാരായണൻ സ്ഥാപനങ്ങൾ പൂട്ടി നാട്ടിലേക്ക് വരികയും 7,11,00,000 രൂപ നമ്മുടെ മകന് ചെക്ക് കൊടുത്തിട്ട് അത് തോപ്പിക്കുകയുമാണ് ചെയ്തത്. ഈ 15-ാം തീയതിക്കകം നമുക്ക് പൈസ തന്ന് ശരിയാക്കിയില്ലെങ്കിൽ 16-ാം തീയതി ആ പമ്പിൽ ആദ്യമായി സമരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ പെട്രോൾ പമ്പ് ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ സ്വന്തമായുള്ളയാളാണ് നാരായണനെന്നും പണം തിരികെ നൽകിയില്ലെങ്കിൽ കുടുംബാംഗങ്ങൾ പ്രത്യക്ഷ സമരം തുടങ്ങുമെന്നും ഇബ്രാഹിം ഹാജി പറഞ്ഞു. പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ടോൾ കമ്പനിക്ക് ഒത്താശയുമായി ചാലക്കുടി ഡിവൈഎസ്പി. ടോൾ ഒഴിവാക്കി സമാന്തര പാതയിലൂടെ യാത്ര ചെയ്തവരെ ഡിവൈഎസ്പി CK രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തി. ടോൾ നൽകി യാത്ര ചെയ്യാൻ ഡിവൈഎസ്പിയുടെ താക്കീത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സമാന്തര പാതയിലൂടെ യാത്ര ചെയ്തവരെ ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം നടന്നത്. സമാന്തര റോഡിലെ വാഹന പരിശോധന ചട്ടവിരുദ്ധമാണെന്നും ഡിവൈഎസ്പിക്ക് സംഭവത്തിൽ വീഴ്ച പറ്റിയെന്നുമാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. തൃശൂർ റൂറൽ SP റേഞ്ച് ഐജിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഡിവൈഎസ്പിക്കെതിരെ നടപടിക്ക് ശുപാർശയുണ്ടെന്നാണ് സൂചന. ഭാര്യയ്ക്കും കൈക്കുഞ്ഞിനുമൊപ്പം യാത്ര ചെയ്യവേ ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തിയെന്നാണ് ഒറ്റപ്പാലം സ്വദേശി ഹരിറാമിന്റെ പരാതി. സമാന്തരപാത സമീപവാസികൾക്ക് മാത്രമുള്ളതാണെന്നും പുറത്തുള്ളവർ ടോൾ നൽകി യാത്ര ചെയ്യണമെന്നും ഡിവൈഎസ്പി താക്കീത് ചെയ്തതായി ആരോപണമുയർന്നു. വാഹനത്തിന്റെ RC ബുക്ക് ഡിവൈഎസ്പി വാങ്ങിക്കൊണ്ടുപോയെന്നും പരാതിക്കാരൻ ആരോപിച്ചു.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്താൻകോട് ഭീകരാക്രമണം അന്വേഷിക്കാൻ ISI ഉൾപ്പെട്ട സംയുക്ത അന്വേഷണ സംഘത്തിന് രൂപം നൽകി പാകിസ്ഥാൻ. ISI, പാക് സൈന്യം, IB എന്നിവർ ഉൾപ്പെട്ടതാണ് അന്വേഷണ സംഘം. പത്താൻകോട് ആക്രമണവുമായി ബന്ധപ്പെട്ട 4 പേരെ ഇതിനിടെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു. അതേസമയം പത്താൻകോട് ആക്രമണത്തിൽ ഭീകരർക്ക് സഹായം നൽകിയെന്ന് സംശയിക്കുന്ന SP സൽബീന്ദർ സിംഗിനെ ദില്ലിയിലെ NIA ആസ്ഥാനത്ത് വീണ്ടും ചോദ്യം ചെയ്തു. പത്താൻകോട്ട് ഭീകരാക്രമണത്തിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്ക് പാക് ചാര സംഘടനയായ ISI തന്നെ സഹായം നൽകിയതിന്റെ തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരുന്നു. ഭീകരർക്ക് പാക് സൈനിക തലങ്ങളിൽ നിന്ന് ലഭിച്ച സഹായവും ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ തെളിവുകൾ അന്വേഷിക്കാനാണ് ISI തന്നെ ഉൾപ്പെട്ട സംയുക്ത അന്വേഷണ സംഘത്തിന് പാകിസ്ഥാൻ ചുമതല നൽകിയത്. ISI, പാക് സൈന്യം, രഹസ്യാന്വേഷണ വിഭാഗം എന്നിവർ ഉൾപ്പെട്ടതാണ് 10 അംഗ സംയുക്ത അന്വേഷണ സംഘം. പാക് സംരക്ഷണയിലുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കെതിരെയുള്ള തെളിവുകൾ അന്വേഷിക്കാൻ ISIയെ തന്നെ ഏൽപ്പിച്ചതോടെ ഇന്ത്യ പാക് വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചയും അനിശ്ചിതത്വത്തിലായി. ഇതിനു പിന്നാലെ ഇന്ത്യ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനമായ ബഹാവൽപൂരിൽ നിന്നും സിയാൽകോട്ടിൽ നിന്നുമായി 4 പേരെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ആരൊക്കെയാണ് കസ്റ്റഡിയിലുള്ളതെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊടും കുറ്റവാളികളായ മൗലാന മസൂദ് അസർ, കാണ്ഡഹാർ വിമാന റാഞ്ചൽ സൂത്രധാരൻ കൂടിയായിരുന്ന അബ്ദുൾ റൌഫ് അസർ എന്നിവരടക്കം 4 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയും പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ നിയമ നടപടികൾ നേരിടാൻ കൈമാറണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. ഇത് പൂർത്തീകരിക്കാതെ ഈ മാസം 15-ന് നടക്കേണ്ടിയിരുന്ന വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച നടക്കില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സർദാർ ജസീസും വ്യക്തമാക്കി. അതേസമയം ISI ബന്ധം സംശയിക്കുന്ന ഗുരുദാസ്പൂർ SP സൽബീന്ദർ സിംഗിനെ NIA ദില്ലിയിൽ ചോദ്യം ചെയ്തു. കോടതി നിലപാട് കൂടി പരിശോധിച്ച് SPയെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കുമെന്നും NIA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ VR ഗോപാലകൃഷ്ണനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് ബ്യൂറോയുടെ റിപ്പോർട്ട്. വൈകിട്ട് 5 മണിയോടെയാണ് വീടിനുള്ളിൽ VR ഗോപാലകൃഷ്ണനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇളയ മകൻ +2 വിദ്യാർത്ഥി അരവിന്ദ് സ്കൂൾ വിട്ടു വന്നപ്പോഴാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഗോപാലകൃഷ്ണൻ വിളിച്ചിരുന്നതായി അടുത്ത സുഹൃത്ത് ഹരിദാസ് പറഞ്ഞു. എന്നെ ഒരു 3:20 വിളിച്ചിരുന്നത്. ഞങ്ങൾക്ക് ഒരു 20 വർഷമായിട്ട് കാര്യം കൂടെ വന്നിട്ട് 20 വർഷമായി. ഒരു ജ്യേഷ്ഠനെ പോലെ തന്നെയാണ് എൻ്റെ. നമ്മളെല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ്. ഒരു അരമണിക്കൂർ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ടൗണിലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എത്താൻ പറ്റില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, കുഴപ്പമില്ല ഹരി വരൂ എന്ന് പറഞ്ഞു. കാക്കത്തൊള്ളായിരം, ഭാര്യ, പൈലറ്റ് എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ്. പറക്കും തളികയ്ക്ക് തിരക്കഥ എഴുതി. ചിത്രം, വന്ദനം, ചെപ്പ് തുടങ്ങിയ ചിത്രത്തിൽ തിരക്കഥാ സഹായിയായും പ്രവർത്തിച്ചു. ഗീതയാണ് ഭാര്യ. മംഗലാപുരത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അർജുൻ, പാലക്കാട് PMG സ്കൂളിലെ +2 വിദ്യാർത്ഥിനി അരവിന്ദ് എന്നിവർ മക്കളാണ്. തിരുവനന്തപുരം സ്വദേശിയായ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ 20 വർഷമായി പാലക്കാട് രാമനാഥപുരത്താണ് താമസം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പീപ്പിൾ ഇമ്പാക്ട്. കൊല്ലത്ത് ആദിവാസി യുവതിയുടെ മൃതശരീരത്തോട് അനാദരവ് കാട്ടിയ സംഭവം കൊല്ലം RDO മജിസ്റ്റീരിയൽ തല അന്വേഷണം പ്രഖ്യാപിച്ചു. സർക്കാർ ചെലവിൽ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മരിച്ച പെൺകുട്ടിയുടെ പിതാവ് ഷാജിയുടെ പരാതിയെ തുടർന്നാണ് കൊല്ലം RDO വിശ്വനാഥൻ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയത്. ഇൻക്വസ്റ്റ് നടപടിക്ക് 3000 രൂപ ആവശ്യപ്പെട്ടതും മൃതശരീരത്തോട് അനാദരവ് കാട്ടിയതും പോലീസ് അപമര്യാദയായി പെരുമാറിയതും ഷാജിയും ബന്ധുക്കളും RDOയോട് വിശദീകരിച്ചു. ഇക്കാര്യങ്ങൾ RDO മൊഴിയായി രേഖപ്പെടുത്തിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. പ്രതിഷേധം കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുമെന്നും അതുകൊണ്ട് സഹകരിക്കണമെന്ന് RDO അഭ്യർത്ഥിച്ചതോടെ മൃതശരീരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ ബന്ധുക്കൾ അനുവദിക്കുകയായിരുന്നു. ഈ പരാതികളിൽ നേരിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംഗതികളെക്കുറിച്ചും വിശദമായ അന്വേഷണം അടിയന്തരമായി നടത്തി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇതിൻ്റെ എല്ലാ മേലധികാരികൾക്കും ഞാൻ ഉടൻ തന്നെ സമർപ്പിക്കുന്നതാണ്. എന്തുതരം അന്വേഷണമാണ് നടന്നത്? സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിലുള്ള അന്വേഷണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റം ചെയ്തവർക്കെതിരെ നിയമപരമായ അന്വേഷണം നടത്തി അവർ നിയമപരമായി തന്നെ ശിക്ഷിക്കാമെന്നുള്ള ഉറപ്പിന്മേലാണ് ഇത് ഞങ്ങൾക്ക് തന്ന ഉറപ്പില്ല. പ്രതിഷേധം ഭയന്ന് മൃതശരീരം സൂക്ഷിച്ചിരുന്ന മോർച്ചറി പരിസരത്ത് കൊല്ലം ACPയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് ഉണ്ടായിരുന്നു. അതേസമയം ഇൻക്വസ്റ്റ് നടപടികൾ വൈകാൻ കാരണം പോലീസാണെന്ന് കൊല്ലം തഹസിൽദാർ ഷാനവാസ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതിന് മുൻപ് പൂജപ്പുര ജയിൽ സൂപ്രണ്ട് സുരേഷ് സോളാർ പ്രതി ബിജു രാധാകൃഷ്ണനെ സ്വന്തം മുറിയിൽ വിളിച്ചു വരുത്തിയതായി ജയിൽ രേഖകൾ. നിർണായക വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ മണിക്കൂറുകൾ കൂടിക്കാഴ്ച നടത്തിയതായും രേഖകൾ പറയുന്നു. ബിജുവുമായുള്ള ജയിൽ സൂപ്രണ്ടിന്റെ കൂടിക്കാഴ്ചകൾ നിയമപരമെന്ന് ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ട്.
ബിജു രാധാകൃഷ്ണനെ സോളാർ കമ്മീഷൻ മുമ്പാകെ ആദ്യമായി ഹാജരാക്കുന്നത് 2015 നവംബർ 17-നാണ്. താൻ സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ രാജിവെക്കേണ്ടി വരുമെന്ന് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷൻ മുമ്പാകെ വെളിപ്പെടുത്തി. കൂടുതൽ കാര്യങ്ങൾ അടുത്ത തവണ ഹാജരാക്കുമ്പോൾ എഴുതി തരാമെന്നും ബിജു സോളാർ കമ്മീഷനെ അറിയിച്ചു. വെളിപ്പെടുത്തൽ ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം ബിജുവിനെ തിരികെ പൂജപ്പുര ജയിലിലെത്തിച്ചു. അന്നേ ദിവസം 4:55 മുതൽ രാത്രി 8:40 വരെ ബിജു സൂപ്രണ്ടിൻ്റെ മുറിയിലുണ്ടായിരുന്നതായി ജയിൽ രേഖകൾ പറയുന്നു. സോളാർ കമ്മീഷനിൽ ഹാജരാക്കേണ്ട അടുത്ത തീയതിയായ നവംബർ 30-ന് മുമ്പ് 5 തവണ മണിക്കൂറുകളോളം പൂജപ്പുര ജയിൽ സൂപ്രണ്ട് സുരേഷ് ബിജു രാധാകൃഷ്ണനുമായി സ്വന്തം മുറിയിൽ വെച്ച് സംസാരിച്ചിരുന്നു. ഇങ്ങനെ 20 തവണയാണ് ജയിൽ സൂപ്രണ്ട് സുരേഷ് ബിജു രാധാകൃഷ്ണനെ സ്വന്തം മുറിയിൽ വിളിച്ചു വരുത്തിയത്. പല കൂടിക്കാഴ്ചകളും മണിക്കൂറുകളിലേറെ നീണ്ടു നിന്നവയായിരുന്നു. ഒരു ദിവസത്തിൽ തന്നെ 1-ലേറെ കൂടിക്കാഴ്ചകളും സൂപ്രണ്ടുമായി ബിജു നടത്തിയിട്ടുണ്ട്. വൈദ്യസഹായം, ആത്മഹത്യാശ്രമം, തീപിടുത്തം തുടങ്ങിയ അടിയന്തര സാഹചര്യത്തിലൊഴികെ ജയിൽ പുള്ളിയെ പുറത്തിറക്കരുതെന്നാണ് ജയിൽ ചട്ടത്തിൽ അനുശാസിക്കുന്നത്. സോളാർ കമ്മീഷനിലെ വിവാദ വെളിപ്പെടുത്തലിന് മുമ്പാണ് ക്രമവിരുദ്ധമായി ഈ കൂടിക്കാഴ്ചകൾ പലതും നടന്നിരിക്കുന്നതെന്നത് ഏറെ ദുരൂഹത ഉണർത്തുന്നു. ഈ കൂടിക്കാഴ്ചകൾ വിവാദമായ പശ്ചാത്തലത്തിൽ അന്നത്തെ ജയിൽ മേധാവി ലോക്നാഥ് ബെഹ്റ കൂടിക്കാഴ്ചയെപ്പറ്റി അന്വേഷണം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ ജയിൽ സൂപ്രണ്ടിന് വെള്ളപൂശുന്ന റിപ്പോർട്ട് നൽകി ഫയൽ ഇപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ശബരിമലയിൽ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ചുകൂടെ എന്ന് സുപ്രീം കോടതി. ഭരണഘടന അനുവദിക്കാത്തിടത്തോളം കാലം സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കാനാകില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചിരുന്നില്ല എന്നതിന് എന്താണ് തെളിവെന്നും സുപ്രീം കോടതി ചോദിക്കുന്നു. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര ചൂണ്ടിക്കാട്ടി. സ്ത്രീകളെ തടയാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ല. വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചിരുന്നില്ല എന്നതിന് എന്താണ് തെളിവെന്നും സുപ്രീം കോടതി ചോദിച്ചു. 1500 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകൾ ശബരിമലയിൽ വന്ന് പൂജ നടത്തിയിട്ടുണ്ടാകാം. മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ പൊതുക്ഷേത്രങ്ങളിൽ പ്രായത്തിന്റെയോ ലിംഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ പ്രവേശന മാനദണ്ഡം നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് കോടതി ചോദിച്ചു. ആധികാരിക ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കരുതെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശന അനുമതി നൽകുന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നിലപാട് അറിയിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാത്തത് കാലങ്ങളായി തുടരുന്ന ആചാരവും കീഴ്വഴക്കവും ആണെന്ന നിലപാടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. നിലവിലെ സ്ഥിതി തുടരാൻ ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി തേടി. കേസിൽ അടുത്തയാഴ്ച വീണ്ടും വാദം കേൾക്കും. കേസ് നീട്ടിക്കൊണ്ടുപോകില്ലെന്നും വിശദമായ വാദം കേട്ട് വേഗത്തിൽ തീരുമാനമെടുക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ചന്ദ്രബോസ് വധക്കേസിന്റെ വിചാരണ നീട്ടണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി മുഹമ്മദ് നിസാം നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വിചാരണ കാലാവധി 3 മാസത്തേക്ക് നീട്ടണമെന്നായിരുന്നു നിസാമിന്റെ ആവശ്യം. വിചാരണ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിസാം കോടതിയിൽ പുതിയ ഹർജി നൽകി. തെളിവായി ഹാജരാക്കിയ CD ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് നിസാം ആവശ്യപ്പെട്ടു. കേസിന്റെ വിചാരണ ഈ മാസം 31-നകം പൂർത്തിയാക്കണമെന്ന് വിചാരണ കോടതിക്ക് സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. പുതിയ ഫയർഫോഴ്സ് മേധാവിയുമായി സർക്കാർ ഉരസതയിലേക്ക്. ഫയർഫോഴ്സ് DGP ലോക്നാഥ് ബെഹ്റ നിയമിച്ച ആളെ സർക്കാർ സ്ഥലം മാറ്റി. ടെക്നിക്കൽ ഡയറക്ടറെ 10 ദിവസത്തിനുള്ളിൽ 2 തവണയാണ് സ്ഥലം മാറ്റിയത്. ഫയർഫോഴ്സ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ പ്രത്യേക താൽപര്യപ്രകാരം 11 ദിവസങ്ങൾക്ക് മുമ്പാണ് ഫയർഫോഴ്സിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ പ്രസാദിനെ തിരുവനന്തപുരം ഫയർഫോഴ്സ് ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഡയറക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ മാറ്റാൻ DGPക്ക് അധികാരമില്ലെന്ന് കാട്ടിയാണ് സർക്കാർ പ്രസാദിനോട് തൃശ്ശൂരിലേക്ക് മടങ്ങിപ്പോകാൻ ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. വൻകിട ഫ്ളാറ്റുകൾക്ക് NOC നൽകുന്നത് ഫയർഫോഴ്സിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ അധ്യക്ഷനായ കമ്മിറ്റിയാണ്. വൻകിട ഫ്ളാറ്റുകൾക്ക് അനുമതി നൽകുന്നതിന് കേരള മുനിസിപ്പൽ ചട്ടം ബാധകമാക്കിയാൽ മതിയെന്ന് കാട്ടി സർക്കാർ അടുത്തിടെ പുതിയ ഉത്തരവും ഇറക്കിയിരുന്നു. എന്നാൽ ഇറക്കിയ ഉത്തരവിൽ വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിന് വീണ്ടും കത്ത് നൽകുകയും ചെയ്തു. ഇതിനിടെയാണ് വൻകിട ഫ്ളാറ്റുകാരുടെ അപേക്ഷകൾ ഒരിക്കൽ കൂടി പരിഗണിക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പുറത്ത് സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നത്. ഫ്ളാറ്റുകൾ നിർമ്മിച്ചത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കെയാണ് EB പ്രസാദിനെ വീണ്ടും സ്ഥലം മാറ്റിയത്. നേരത്തെ ജേക്കബ് തോമസിനോടൊപ്പം ഫ്ളാറ്റ് ലോബി ലക്ഷ്യമിട്ടിരുന്ന ഉദ്യോഗസ്ഥനാണ് EB പ്രസാദ്. തൻ്റെ തീരുമാനം വെട്ടിയ സർക്കാർ നിലപാടിൽ ബെഹ്റയ്ക്ക് കടുത്ത അതൃപ്തിയുള്ളതായിട്ടാണ് സൂചന. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ മാസം 20-ന് വിധി പറയും. കോടതിയുടെ നിർദ്ദേശപ്രകാരം രഹസ്യവിവര റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു.
50 ലക്ഷം രൂപയുടെ വികസന കോർപ്പറേഷനിൽ നിന്ന് 3% പലിശയ്ക്ക് അനുവദിച്ച 15 കോടി രൂപ SNDPക്ക് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകിയതിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി VS നൽകിയ ഹർജിയാണ് കോടതി വിധി പറയാൻ മാറ്റിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ 3% പലിശയ്ക്ക് പണം അനുവദിച്ചത്. വ്യാജ സംഘങ്ങൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ വെള്ളാപ്പള്ളി നടേശൻ തട്ടിയെടുത്തുവെന്ന് VS ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പണം ലഭിച്ച യഥാർത്ഥ സംഘങ്ങളിൽ നിന്ന് 12% മുതൽ 18% വരെ പലിശ ഈടാക്കിയെന്നും ഹർജിയിലുണ്ട്. VSന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ. നേതൃത്വത്തിന് കിട്ടിയ പണം ചില യൂണിറ്റുകൾക്ക് നൽകിയതായിട്ട് രേഖകളുണ്ട്. എന്നാൽ അത് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി ഉണ്ടായത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് പുറത്തുവന്നതിനെ തുടർന്ന് നിരവധി പേർ വെള്ളാപ്പള്ളിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പിന്നോക്ക വികസന കോർപ്പറേഷൻ നടത്തിയ അന്വേഷണത്തിലും ഇക്കാര്യം വ്യക്തമായി. സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ ഒപ്പിട്ട് പണം തിരിമറി നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. ഇതേ തുടർന്ന് 5 കോടി രൂപ പിഴപ്പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ പിന്നോക്ക വികസന കോർപ്പറേഷൻ വെള്ളാപ്പള്ളിക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കയർ കോർപ്പറേഷന്റെ കീഴിൽ PSC വഴി നടത്തേണ്ട നിയമനം മാനേജ്മെന്റ് നേരിട്ട് നടത്തി ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുന്നതായി പരാതി. ആലപ്പുഴ കയർ കോർപ്പറേഷനിലാണ് ഇത്തരത്തിൽ 40-ലധികം അനധികൃത നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. ഇതിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനിൽ വരുന്ന ഒഴിവുകൾ ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്ത് PSC വഴി നടത്തേണ്ട നിയമനങ്ങളാണ് ചെയർമാൻ നേരിട്ടിടപെട്ട് നടത്തുന്നത്. മാനേജ്മെന്റ് കരാറടിസ്ഥാനത്തിൽ 3 വർഷത്തേക്ക് നിയമിക്കുകയും 3 മാസം ബാക്കി നിൽക്കെ ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് സ്കിൽഡ് വർക്കർ എന്ന പേരിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയുമാണ് ചെയ്യുന്നതെന്ന് യൂണിയൻ നേതാക്കൾ പറയുന്നു. NB വിദ്യാനന്ദൻ. ഇതിലൊരു ലക്ഷങ്ങൾ അഴിമതി, ലക്ഷങ്ങൾ കൈക്കൂലി അഴിമതിയല്ല, ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിക്കൊള്ള. അതിൻ്റെ അർത്ഥം ഇവർ കൈക്കൂലി മേടിക്കുക മാത്രമല്ല, ഈ കോടിക്കണക്കിന് രൂപ നമുക്ക് സർക്കാരിന് നഷ്ടപ്പെട്ടൊഴിക്കുക വെറുതെ ആവശ്യമില്ലാത്ത പോസ്റ്റുകളിലൊക്കെ ആളെ പോയിട്ട് ചെയ്യാം. കയർ കോർപ്പറേഷന്റെ മറ്റ് സ്ഥാപനങ്ങളായ കണിച്ചുകുളങ്ങരയിലും അടൂരിലും ഇത്തരത്തിൽ നിയമനങ്ങൾ നടന്നു വരികയാണ്. അടുത്ത ദിവസം കൂടുന്ന ബോർഡ് യോഗത്തിൽ നിയമനത്തിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. കയർ വകുപ്പ് മന്ത്രിയുടെ അറിവോടെയാണ് നിയമനം നടത്തുന്നതെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കയർ റിമോട്ട് സ്കീമിന്റെ പേരിൽ കോടികളുടെ അഴിമതി നടത്തി CBI പ്രതി ചേർക്കപ്പെട്ട് അന്വേഷണം നടത്തി വരുന്ന വ്യക്തിയാണ് കയർ കോർപ്പറേഷൻ ചെയർമാനായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലെ ചികിത്സ സമ്പന്ന വിഭാഗത്തിന് വേണ്ടി മാത്രം പരിമിതപ്പെടുത്താനുള്ള ഭരണസമിതി തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം. ചികിത്സാ ഫീസ് വർദ്ധിപ്പിച്ച തീരുമാനത്തിനെതിരെ DYFIയുടെ നേതൃത്വത്തിൽ ബാനറിൽ ഒപ്പുവെച്ച് പ്രതിഷേധിച്ചു. ഒരു പ്രതിഷേധ കാഴ്ച. ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിലെ ചികിത്സ സമ്പന്ന വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്താനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് DYFIയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തിയത്. കേരളത്തിലെ സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത ഫീസ് വർധനയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. രജിസ്ട്രേഷൻ, എക്സ്റേ, സ്കാനിംഗ്, സർജറി മുതലായ സർവ്വമേഖലയിലും 25% ഫീസാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 250 രൂപയുണ്ടായിരുന്ന രജിസ്ട്രേഷൻ നേരെ ഇരട്ടിയാക്കി. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മികച്ച ആതുരാലയത്തിൽ ഇപ്രകാരം ഫീസ് വർദ്ധിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഡയറക്ടർ ബോർഡ് അംഗമായ NK പ്രേമചന്ദ്രൻ MP നിലപാട് വ്യക്തമാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാവപ്പെട്ടവന്റെ ഈ ആതുരാലയത്തിൽ അന്യായമായിട്ടുള്ള ഫീസ് ചുമത്തി അധിക ഫീസ് വർധന ഏർപ്പെടുത്തി പാവപ്പെട്ട രോഗികളുടെ വരവിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇവിടെ വേണ്ടി വരുന്നതായിട്ടുള്ള ചെലവെല്ലാം തന്നെ ഇവിടെ വരുന്ന രോഗികളിൽ നിന്നും ഈടാക്കിക്കൊള്ളട്ടെ എന്ന് പറയുന്ന ഒരു മനോഭാവം, ഒരു അറിവുകാരൻ്റെ മനോഭാവം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുകയാണ്. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ ക്യാൻവാസിൽ ഒപ്പുവെച്ചുകൊണ്ട് സമരം ഉദ്ഘാടനം ചെയ്തു. DYFI സംസ്ഥാന ട്രഷറർ VS സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് P ബിജു, A റഹീം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കേസിൽ മാണിക്കെതിരായ തുടരന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ നീക്കം. ബാറുടമകൾ വീണ്ടും സമയം നീട്ടി ചോദിച്ചു. ബാറുടമകൾ മൊഴി നൽകാൻ ഹാജരാകുന്നില്ല. വിജിലൻസ് നൽകിയ നോട്ടീസിന് 3 ആഴ്ചത്തെ സമയം വേണമെന്ന് ബാറുടമകൾ. വിജിലൻസ് നിയമവശം പരിശോധിക്കുന്നു. മാണിക്കെതിരെ തുടരന്വേഷണം വേണമെന്ന് വിജിലൻസ് കോടതി ഉത്തരവിട്ടിട്ട് 2 മാസം പിന്നിട്ടിട്ടും തുടരന്വേഷണം ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇത് 2ാം തവണയാണ് ബാറുടമകൾ സമയം നീട്ടി ചോദിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണത്തെപ്പറ്റി ആലോചിക്കുന്നതിനായി ബാറുടമകൾ ഉടൻ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം മൊഴി കൊടുക്കുന്നതിൽ വ്യക്തത വരുത്താമെന്നാണ് ബാറുടമകൾ കരുതുന്നത്. ബാറുടമകൾ മൊഴി നൽകിയ ശേഷം മാത്രം തുടരന്വേഷണം നടത്താമെന്ന വിജിലൻസ് നിലപാടിലും സംശയമുണ്ട്. പരാതിക്കാരനായ VS അച്യുതാനന്ദനിൽ നിന്ന് പോലും വിജിലൻസ് ഇതുവരെ മൊഴിയെടുത്തിട്ടില്ല. കോടതി തീരുമാനപ്രകാരമാണ് തുടരന്വേഷണം എന്നതിനാൽ അന്വേഷണം പരമാവധി വൈകിപ്പിക്കാനാണ് വിജിലൻസിൻ്റെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇന്നലെ ആലപ്പുഴയിൽ നടന്ന കായിക മത്സരത്തിനെതിരെ രക്ഷകർത്താക്കളും സംഘടനകളും രംഗത്ത്. നടക്കാൻ പോലും കഴിയാത്ത കുഞ്ഞുങ്ങളെ കായിക മത്സരത്തിന്റെ പേരിൽ ശക്തമായ വെയിലത്ത് മണിക്കൂറുകൾ ഗ്രൗണ്ടിലിരുത്തി. ഒരു അന്താരാഷ്ട്ര ക്ലബ്ബാണ് 1200-ലധികം കുട്ടികളെ വെച്ച് ഇത്തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്നും രക്ഷകർത്താക്കൾ പറയുന്നു. ആലപ്പുഴ ബ്യൂറോയുടെ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുന്നു. നമസ്കാരം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി എന്ന പേരിലാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ക്ലബ്ബ് ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന് വിളിക്കുന്ന ഭിന്നശേഷിയുള്ള കുരുന്നുകളെ ശക്തമായ വെയിലത്ത് മത്സരമെന്ന പേരിൽ കോമാളിത്തം കാട്ടിയത്. ഓടാനും ചാടാനും അടക്കമുള്ള കായിക മത്സരങ്ങളിൽ മത്സരിക്കാൻ തങ്ങളുടെ വൈകല്യങ്ങൾ വെച്ച് ഇവർക്ക് കഴിയില്ല. എന്നാൽ ഇടവേളകൾ പോലും നൽകാതെ കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച സംഘാടകർ ശക്തമായ വെയിലത്താണ് കുട്ടികളെ മത്സരിപ്പിച്ചത്. ഇത്തരത്തിൽ ഫണ്ട് സ്വരൂപിക്കാനുള്ള ക്ലബ്ബുകൾ നടത്തുന്ന കായികമേളകൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്നാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നത്. ഇഴഞ്ഞു പോണ കൊച്ച് ആ പതച്ച വെയിലത്ത് ഇത്രയും ഇഴഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഇതിനോട് വലിയ താല്പര്യമില്ല. ഇതെല്ലാം മനുഷ്യാവകാശം ഇടപെടേണ്ടത് ഇവിടെയല്ല. കണ്ട കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് എന്താ കാണിക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കുക. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന കുട്ടികൾക്ക് ഒരു മെഡലും സർട്ടിഫിക്കറ്റും മാത്രമാണ് ഇവർ നൽകുന്നത്. അമ്മ ഇതേപോലെ ഒരു കുട്ടിക്ക് ഒരു പ്രൈസ് കിട്ടിയിട്ട് മറ്റേ കുട്ടിക്ക് കിട്ടാതെ വന്നപ്പോൾ ആ അമ്മ കൊച്ചിനെ ഒതുക്കുന്നതിന് മുമ്പ് ആ കൊച്ചിന് ഫിക്സ് വന്ന് അതിന് ആംബുലൻസ് കയറ്റി ആശുപത്രി കൊണ്ടുപോവുകയും ചെയ്തു. കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ സംഭാവനയായി വാങ്ങിയാണ് സ്വന്തം ക്ലബിൻ്റെ ഫണ്ട് സ്വരൂപിക്കുന്നതിന് കുരുന്നുകളെ ഉപയോഗിക്കുന്നത്. ഓരോ മത്സരത്തിൻ്റെയും ഫോട്ടോയും വീഡിയോയും എടുത്ത് വിദേശ രാജ്യങ്ങളിൽ അയച്ചു കൊടുത്ത് കോടികൾ ഇവർ സമ്പാദിക്കുന്നതായും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.